ഹലോ മച്ചന്മാരെല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നമുക്കൊരു ഓൾ ഇന്ത്യ ട്രിപ്പ് ഓട്ടോറിക്ഷയിൽ പോകണം എന്നുണ്ടായിരുന്നുള്ളത്. അപ്പോൾ നമ്മൾ ഫൈനലി ഒരു ഓട്ടോറിക്ഷ എടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 2004 മോഡൽ 2 സ്ട്രോക്ക് പെട്രോൾ ഓട്ടോറിക്ഷയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എടുത്തിട്ട് ഏകദേശം ഒരാഴ്ചയായിട്ടുള്ളൂ. നമ്മളത് പത്തനംതിട്ടയിൽ ചെങ്ങന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ടാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ഒരു എഞ്ചിൻ പണിക്ക് കഴിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് മെയിൻ്റെനൻസ് വർക്ക് നമ്മൾ ഓട്ടോറിക്ഷയിലുണ്ട്. എൻ്റെ വയറിങ്ങിൻ്റെ മറ്റുള്ള പരിപാടിയും കാര്യങ്ങളും കാർബറേറ്റർ കാര്യങ്ങളൊക്കെ മാറ്റി, അതേപോലെ തന്നെ പിസ്റ്റൺ സിലിണ്ടറൊക്കെ ഒന്ന് പവർഫുൾ ആക്കിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് പാച്ച് വർക്ക് ഉണ്ടായിരുന്നു. പാച്ച് വർക്ക് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. പാച്ച് വർക്ക് നമുക്ക് ചെയ്യാറുണ്ട്, ചെയ്ത് കഴിഞ്ഞു. ഓൾമോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി പെയിൻ്റ് അടിക്കാണ്ട് എപ്പോക്സിയുടെ പെയിൻറ്റ് നമുക്ക് അടിക്കണം. അതേപോലെ തന്നെ ഇന്ന് നല്ല മഴ ഉള്ള ദിവസമാണ്, കണ്ടില്ലേ? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മഴയുള്ള ദിവസമാണ് ഇന്ന്. അപ്പോൾ മഴയുള്ള കാര്യം പെയിൻറ്റ് അടിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും പെയിൻറ്റ് അടിക്കും. അതേപോലെ തന്നെ എപ്പോക്സിയുടെ പ്രൈമറാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ എപ്പോക്സിയുടെ പ്രൈമർ മൊത്തമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ മൊത്തമായിട്ട് അടിക്കാനുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പേരിലേക്ക് വണ്ടി മാറിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ വണ്ടി മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് കളർ ചേഞ്ച്, പേര് മാറിയതിന് ശേഷമാണ് നമുക്ക് കളർ ചേഞ്ചിന് കൊടുക്കണം. കളറ് നമ്മൾ ഒരു നല്ല വെറൈറ്റി ഏതെങ്കിലും കളറ്, ഒരു മെറ്റാലിക് കളർ നമുക്ക് അടിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഞാൻ കേട്ടോ. അപ്പോൾ എന്തായാലും മെറ്റാലിക് കളർ അടിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ പേരിലേക്ക് വണ്ടി മാറിയതിന് ശേഷം കളർ ചേഞ്ച് ചെയ്യാനുള്ള റിക്വസ്റ്റ് നമ്മൾ കൊടുക്കണം. അതിന് ശേഷം നമുക്ക് കളർ മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ ഉള്ളിൽ ചെയ്യാൻ പറ്റുന്ന ഒരുവിധം പണികളും കാര്യങ്ങളൊക്കെ, ഉള്ളിലത്തെ പെയിൻറ്റിങ്ങൊക്കെ ബ്ലാക്കിനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എപ്പോക്സിയുടെ ബ്ലാക്കിൻ്റെ കളർ നമുക്ക് വാങ്ങിച്ചടിക്കാം. അപ്പോൾ ഒരുവിധം പാച്ച് വർക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ, കുറച്ച് പാച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ വെൽഡ് ചെയ്തു. പക്ഷേ ഇപ്പോൾ മഴയുള്ള കാരണം നമ്മൾ വീണ്ടും തുരുമ്പ് കയറി തുടങ്ങി. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ മൊത്തം ബ്ലാക്ക് അടിക്കണം. പിന്നെ ഈ പോർഷൻ അടിക്കണം, സീറ്റിൻ്റെ അടി ഇവിടെയൊക്കെ ബ്ലാക്ക് അടിച്ചിടാം. കാരണം ഉള്ളിൽ ബ്ലാക്ക് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അടിക്കാൻ. അപ്പോൾ എന്തായാലും നമുക്ക് ബ്ലാക്ക് അടിച്ചിടാം. അതിന് ശേഷം വണ്ടിയുടെ നമ്മൾ വണ്ടി മാറിയ ശേഷം കളർ ചേഞ്ച് ചെയ്യണതിന് 2000 രൂപയാണ് കേട്ടോ നമ്മൾ ചാവക്കാട് പ്രതിജ്ഞയിൽ പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും ആ കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ കളർ ചേഞ്ച് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം ഇപ്പോൾ 2000 രൂപ ചിലവുണ്ട് നമുക്ക്. നമ്മൾ പേരിൽ മാറിയതിന് ശേഷം നമുക്കത് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ ഒരു ടൈം എന്തായാലും ഒരു 2-3 ആഴ്ച പിടിക്കും. നമ്മൾ പേരിലേക്ക് ആയി കളർ ചേഞ്ച് ചെയ്യാൻ കൊടുത്ത് ഏകദേശം 1 മാസം പിടിച്ചു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തായാലും നമുക്ക് വണ്ടി കുറച്ച് മെയിൻ്റെനൻസ് വർക്ക്, വയറിങ്ങൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ പാച്ച് വർക്കുമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പെയിൻ്റ് അടിച്ചിടാം. എന്നിട്ട് വണ്ടിക്ക് കുറച്ച് ചെറിയ ചെറിയ ട്രിപ്പുകളൊക്കെ നമുക്ക് എന്തായാലും പോകാം. അപ്പോഴേക്കും നമുക്ക് കളർ ചേഞ്ച് ചെയ്യാനുള്ള സമയമാവും. അതിനുശേഷം നമുക്ക് കളർ അടിച്ചതിന് ശേഷം നമ്മൾ ആ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പിൻ്റെ പ്രിപ്പറേഷൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. കണ്ടില്ലേ, വണ്ടിയുടെ ഫേസ് ഇതാണ്. ഇത് പ്രൈവറ്റ് വണ്ടി തന്നെയായിരുന്നു കേട്ടോ. മൂവാറ്റുപുഴ രജിസ്ട്രേഷനാണ് വണ്ടി വരുന്നത്. വണ്ടി ആൾ പുലിക്കുട്ടിയാണ്. കയറ്റങ്ങളൊക്കെ ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ഒരുപാട് കയറ്റങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല സ്മൂത്ത്, പഴം വിഴുങ്ങണ പോലെ സാധനങ്ങൾ നല്ല സ്മൂത്തിൽ കയറി പോയിട്ടോ. ഞാൻ പെട്രോൾ ആകുമ്പോൾ ഇത്തിരി കയറ്റം കയറാൻ ബുദ്ധിമുട്ടുണ്ടാവും വിചാരിച്ചു. പക്ഷേ ഒരു കുഴപ്പമില്ല, നല്ല സ്മൂത്തായിട്ട് എഞ്ചിനൊക്കെ നല്ല സ്മൂത്തായിട്ട് ഒരു പണിതിട്ടുണ്ട്. അപ്പോൾ ടയർ ചെറുതായിട്ട് പിന്നടിക്കുന്നുണ്ട് നമുക്കൊന്ന് കറക്റ്റ് ചെയ്യാനുണ്ട്. കാരണം അടി വരുന്നുണ്ട് ചെറുതായിട്ട്. അതൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ വണ്ടി ഫിറ്റ്നസ് ഓക്കെയാണ്. ഇനി ബോഡി കാര്യങ്ങളൊക്കെ ഒന്ന് പാച്ച് വർക്ക് ചെയ്യണം. ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വണ്ടി ശരിയാവട്ടെ. അപ്പോൾ നമുക്ക് ഇന്ന് കണ്ടില്ല നല്ല രീതിയിൽ അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചിട്ടോ. നല്ല രീതിയിൽ മഴ പെയ്തു. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കണ്ടില്ലേ, ഞാൻ മൂടിയിട്ട് വെള്ളം കയറിയിട്ട് വീണ്ടും ഇനി തുരുമ്പരണ്ടെന്ന് വെച്ചിട്ട് മൂടിയിട്ട് കേട്ടോ. പെയിൻ്റ് അടിച്ചതിന് ശേഷം ഇനി വെള്ളം കൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും വേറെ ദിവസം നോക്കി നോക്കാം. ഇന്നത്തെ പെയിൻറ്റിങ് വർക്ക് കാര്യങ്ങളൊക്കെ ഇന്നിപ്പോൾ എന്തായാലും നടക്കില്ല. ഞാൻ ഇന്നത്തെ ദിവസം കണ്ടില്ലേ, മഴ ദിവസമാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഴ വന്നപ്പോൾ നമുക്ക് ആ വീഡിയോ നിർത്തേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. കാരണം മഴ പെയ്യുമ്പോൾ നമുക്ക് ഇവിടെ അടിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു വേറെ മഴയില്ലാത്ത ദിവസം നോക്കിയിട്ട് അടിക്കാൻ വിചാരിച്ചിട്ടോ. നമ്മൾ ബെർജറിൻ്റെ എപ്പോക്സിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് പാച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് എന്തായാലും കുറച്ച് പെയിൻറ്റിങ് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വണ്ടി നമ്മൾ പേരിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2000 രൂപ നമ്മളതിൻ്റെ
കൊടുത്ത് കളർ സെലക്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും കളറൊക്കെ ഉണ്ടെങ്കിൽ മിലിറ്ററി ഗ്രീൻ അങ്ങനത്തെ മറ്റെന്തെങ്കിലുമൊക്കെ ഒരു വിൻറ്റേജ് കളർ ഉണ്ടാക്കുകയെന്ന് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ കൊടുത്തിട്ടില്ല, 2 ദിവസത്തിനുള്ളിൽ എന്തായാലും നമ്മൾ എന്തായാലും കളർ ചേഞ്ചിന് കൊടുക്കും. അപ്പോൾ എന്തായാലും അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഉള്ളിൽ ചെയ്യാൻ പറ്റുന്ന പെയിൻറ്റിങ് ഉണ്ട്. ഇപ്പോൾ എന്തായാലും നമുക്ക് ബ്ലാക്ക് തന്നെ അടിക്കുകയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബ്ലാക്ക് തന്നെ നമുക്ക് എന്തായാലും അടിക്കാം. അപ്പോൾ ഇതെന്തായാലും ജസ്റ്റ് നമുക്ക് അടിച്ച് നോക്കാം കേട്ടോ. എപ്പോക്സി ചെയ്തുകൊണ്ട് തന്നെ പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വരില്ല. കുറച്ച് ഭാഗം, അതായത് ഇതിൻ്റെ ഉള്ളിൽ ഈ സീറ്റ് വരുന്ന ഭാഗം, ഇതിൻ്റെ ബോട്ടം കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അടിച്ച് നോക്കാം കേട്ടോ. വീടിൻ്റെ ചാവിയാണ് കേട്ടോ, നമുക്ക് നോക്കി നോക്കാം. പേന കിട്ടിയല്ലോ കേട്ടോ, പേന നോക്കി നോക്കാം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടിന്നർ ഒഴിക്കേണ്ട ആവശ്യം നോക്കി എന്ത് ലൂസായിട്ടാണ് വരുന്നത്. നഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ 1/2 ലിറ്ററൊക്കെ വാങ്ങിക്കുന്നത്. ഭയങ്കരമായിട്ട് ലൂസാണ്. അധികം എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, കുറച്ച് എടുത്താൽ മതി ശരിക്കും പറഞ്ഞാൽ. D30 ആണ് കേട്ടോ അത്. എല്ലാണ്ടുള്ള ലൂസ് വേണ്ട, ഇതിൻ്റെ നല്ല ലൂസാണ്. അപ്പോൾ അധികം ടിന്നർ ഒഴിക്കേണ്ട ആവശ്യം നമുക്കില്ല കേട്ടോ. നമുക്ക് ഈ സീറ്റ് പുറത്ത് കിട്ടും. ഇവിടെ തന്നെ അടിച്ചിട്ട് വരാം. പണി നല്ല രീതിയിൽ ഇവിടുത്തെ ചെറുതായിട്ട് എല്ലാ ഒരു 3 ഇല്ല കേട്ടോ. അതില്ലേ ഒട്ടു വീട്ടിൽ നിന്ന് നമുക്ക് തോന്നുന്നു അവർ ഇട്ടതായിരിക്കും. നമ്മൾ വാങ്ങിച്ച ആൾക്കാർ വണ്ടി നമ്മൾ പത്തനംതിട്ട ജില്ലയിൽ ചെങ്ങന്നൂർ എന്നാണ്ട് നമ്മൾ വണ്ടി എടുത്തുകൊണ്ടിരുന്നത്. KL18 ആയതുകൊണ്ട് തന്നെ മൂവാറ്റുപുഴ രജിസ്ട്രേഷൻ ആവും വരിക. പെയിന്റ് തുരുമ്പൊന്നും വന്നിട്ടില്ല, എന്നാലും ജസ്റ്റ് നമുക്ക് വെറുതെ ഒന്ന് അടിച്ചിടാന്ന് മാത്രം. ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളെന്തായാലും ഈ സീറ്റ് നമ്മൾ എടുക്കുന്നില്ല കേട്ടോ. ഈ സീറ്റ് എടുക്കേണ്ട ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ നമുക്ക് ഇരിക്കാവുന്നതുള്ളൂ. സ്പ്രേ പെയിൻറ്റ് ചെയ്യായിരുന്നു, പക്ഷേ സ്പ്രേ പെയിൻറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് കവർ ചെയ്യേണ്ടി വരും. ഈ സീറ്റൊക്കെ എന്തായാലും സെല്ലോ മാസ്കിൻ്റെ ആപ്പൊക്കെ ഉപയോഗിച്ചിട്ട് കെട്ടേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, കാരണം ഇത് പെട്ടെന്ന് തീരുന്ന പണിയല്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ സെലക്ട് ചെയ്ത് കേട്ടോ.
പെയിൻറ്റിൻ്റെ സ്മെല്ലും ടിന്നറിൻ്റെ സ്മെല്ലും കൂടെ നോക്കിയിട്ട് നല്ല രീതിയിൽ അടിച്ച് കയറുന്നുണ്ട്. അയ്യോ കണ്ടില്ല, കൈമൊക്കെ ആകനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ അനിയനാണ് കേട്ടോ, സായി കൃഷ്ണൻ. അപ്പോൾ അവനെ കൊണ്ട് കുറച്ച് നേരം അടിപ്പിക്കുകയും ചോദിച്ചു. ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നല്ല ഇവിടെയൊക്കെ നമ്മൾ അടിച്ച ഭാഗങ്ങളാണ് കേട്ടോ. ഈ കാരണമൊക്കെ കുഴപ്പമില്ലാത്തൊരു സെമി ഗ്ലോസി ആയിട്ട്, മാറ്റ് വിത്ത് സെമി ഗ്ലോസി ഉണ്ടല്ലോ, അതായത് മാറ്റും അല്ല എന്നാൽ സെമി ഗ്ലോസി അല്ലാത്ത രീതിയിൽ സെമി ഗ്ലോസി ഒരു നല്ല ഷൈനിങ് ഒക്കെ ഉണ്ട് കേട്ടോ അതിന്. ഇവിടെ നിന്നും അധികം പാച്ചൊന്നുമില്ല. കണ്ടില്ലേ, ഇവിടെയാണ് കുറച്ചുള്ളത് തുരുമ്പൊക്കെ ഉള്ളത്. അതൊക്കെ എന്തായാലും വയർ ബ്രഷിൽ ക്ലീൻ ആക്കിയിട്ട് ഇവിടെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിലത്തെ പരിപാടി നമ്മൾ കാര്യങ്ങളൊക്കെ അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ കളർ ചേഞ്ചുള്ള റിക്വസ്റ്റൊക്കെ കൊടുത്ത് പൈസ അടച്ചതിന് ശേഷം നമുക്കൊരു കളർ സെലക്ട് ചെയ്തിട്ട് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ യാത്ര കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ യാത്രയ്ക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കുന്നുണ്ട്. ചെറിയൊരു ഗ്യാസ് സ്റ്റൗ, അതേപോലെ തന്നെ ടെൻറ്റ് നമ്മൾ ഓൾറെഡി ഉള്ള കാരണം പിന്നെ കുഴപ്പമില്ല. അപ്പോൾ സ്റ്റൗ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാമല്ലോ കേട്ടോ. സ്റ്റൗ ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇതിൽ സെറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാനുണ്ട്. ചെറിയ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണ്, അതൊക്കെ നമുക്ക് ഇത്രയും പെട്ടെന്ന് ചെയ്യാം. അതിന് തന്നെ വലിയ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തതിന് ശേഷം നമുക്ക് ചെയ്യാവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്ര ദിവസത്തെ ട്രിപ്പാവുമെന്ന് നമ്മൾ പറയണില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഓൾ ഇന്ത്യ ട്രിപ്പാണ്. അപ്പോൾ നമുക്ക് എത്ര ദിവസം പിടിക്കുന്ന എത്ര ദിവസത്തെ ഒരു യാത്ര ആയിരിക്കും വരിക കേട്ടോ. ഞാനിത് ടാർപ്പായൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അധികം മഴ കൊള്ളണമെന്ന് വിചാരിച്ചിട്ട്. കാരണം വെള്ളിൻ്റെ ഒരു സ്ഥലത്ത് പെയിൻ്റ് അടിച്ചില്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തുരുമ്പ് വീഴും കണ്ടില്ലേ. അത് കാരണം ഞാൻ ടാർപ്പായൊക്കെ വാങ്ങിച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അടി കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ ഇത് സായിത് പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏകദേശം ഓൾമോസ്റ്റ് ഭാഗം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അതേപോലെ തന്നെ യാത്രാ കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 2 ആഴ്ചയൊക്കെ പിടിക്കും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കളർ ചേഞ്ച് ആയി കിട്ടാൻ. അപ്പോൾ എത്രയും പെട്ടെന്ന് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത കളർ അടിച്ചതിന് ശേഷം നമുക്ക് ആ ഒരു ട്രിപ്പ് യാത്ര ചെയ്യണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പർച്ചേസിങ് കാര്യങ്ങളുണ്ട് യാത്രയ്ക്ക് ആവശ്യമായിട്ടുള്ള. എൻ്റെ കയ്യിൽ പവർ ബാങ്ക് കാര്യങ്ങളൊന്നും ഇല്ല, അപ്പോൾ പവർ ബാങ്കൊക്കെ വാങ്ങിക്കണം അത്യാവശ്യമല്ല. പിന്നെ അതേപോലെ തന്നെ ബാറ്ററി പറഞ്ഞ് നോക്കണം. വണ്ടിയുടെ ബാറ്ററി ചെറുതാണ്. അങ്ങനെ കുറച്ച് മിനുക്ക് പണികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ചെയ്തുള്ള പണി എന്താണ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിന് ശേഷം പിന്നീട് നമുക്ക് സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് തീർക്കണം. ഇത്തിരി സമയം എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു ട്രിപ്പ് എന്തായാലും പോകും കേട്ടോ. ആ കാര്യത്തിൽ കോൺഫിഡൻസ് ഉണ്ട്. ഒരുപാട് കാലത്തെ ഒരു ആഗ്രഹമാണ് ശരിക്കും പറഞ്ഞാൽ. എന്തായാലും നമുക്കതും നടത്തണം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാൻ ഇപ്പോൾ ചെയ്തുള്ള കാണിച്ചു തരാം കേട്ടോ. സാഹിബ് പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ശരിക്കും. ഇതിൻ്റെ ഉള്ളിലത്തെ പെയിൻ്റ് അടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇവിടുത്തെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ. ഇവിടുത്തെ അടി കഴിഞ്ഞു. കുറച്ച് തുരുമ്പൊക്കെ ഉണ്ട് പാച്ചിൻ്റെ ഒക്കെ. നമ്മൾ പെയിൻ്റ് അടിച്ച് നിർത്തിക്കുക. കാരണം ഏകദേശം ഒരു 9 മാസം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പേപ്പർ ടെസ്റ്റ് വർക്കായി. അപ്പോൾ ഞാൻ എന്തായാലും പുതിയ ബോഡി ഷേപ്സും കാര്യങ്ങളൊക്കെ കയറ്റാമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇതുവരെ ഉള്ളതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമ്മുടെ യാത്രയ്ക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ ഒരു ഫിറ്റ്നസ് വരുത്തിയതിന് ശേഷം പോകാമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ വണ്ടി ചെറുതായിട്ട് ഉയർത്തേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഉയർത്തേണ്ട ആവശ്യമില്ല, അത് സ്ട്രോങ് ആണ്. നമ്മുടെ അടുത്ത ഒരു ടെസ്റ്റിന് എന്തായാലും നമ്മൾ വണ്ടി ഒന്നും എന്തായാലും ഒന്ന് ഉയർത്തേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളെ പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത ഒരു സ്റ്റെപ്പ് എന്തായിരിക്കും എന്നുള്ളത് ഞാൻ ജസ്റ്റ് വീഡിയോയിൽ നിങ്ങളെ അറിയിക്കാം കേട്ടോ. അടുത്ത കാര്യങ്ങൾ എന്തായിരിക്കും, ഓരോ സ്റ്റെപ്പായിട്ട് കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മളെന്തായാലും വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തത് നമുക്ക് RTO ഓഫീസിൽ പോയിട്ട് കളർ ചേഞ്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ബൈ ബൈ.